ഊബർ ഡ്രൈവേഴ്സിനെ ചൂഷണം ചെയ്യണ കുറച്ച് കഥകളും കൂടി ഉണ്ട്. പറഞ്ഞോ. ഇതിൽ പറയാൻ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ സാർ പറഞ്ഞായിരുന്നില്ല, ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ വിളിച്ചപ്പം തന്നെ വരും എന്നുള്ള രീതിയിൽ. അത് ഒരു ഊബർ, അതായത് ഓൺലൈൻ ടാക്സി ഡ്രൈവർ, ആളുടെ ഒരു ട്രിപ്പ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളുടെ റേറ്റിംഗ് കുറയും. മനസ്സിലായോ? റേറ്റിംഗ് കുറയും. ഇൻ കേസ് അത് എടുത്തിട്ട് ക്യാൻസലാക്കി കളഞ്ഞ് ക്യാൻസലേഷൻ റേറ്റ് കുറയും. പിന്നെ ആൾക്ക് ഒരു 2-3 ട്രിപ്പുകൾ നോക്കണ്ട, അടുത്തുള്ള ആൾക്കാർക്കായിരിക്കും പ്രയോറിറ്റി. അങ്ങനെ പോകും. അപ്പം മെമ്പർഷിപ്പ് കിട്ടിയേക്കണതും ഇപ്പോൾ എടുത്തേ കിട്ടണമെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ ക്ലിക്ക് ചെയ്യണ ടീമായിരിക്കാം, അതായിരിക്കാം മെമ്പർഷിപ്പ്. അത് കസ്റ്റമേഴ്സിനെ പിഴിയണ സീൻ. മനസ്സിലായോ? അതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അതും കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്. ഇപ്പം നമ്മൾ ഡ്രൈവർക്ക് റേറ്റിംഗ് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് റേറ്റിംഗ് ഇല്ലേ? ഉണ്ട്. പക്ഷെ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. കസ്റ്റമർ റേറ്റ് എത്ര ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ്. ഇസ് ദ ഡ്രൈവർ റേറ്റിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ്. പറയാം കസ്റ്റമർ ഓഫ് കോഴ്സ് ഈസ് ദ കസ്റ്റമർ റൈറ്റ്. അപ്പോൾ അവർക്ക് എത്ര നെഗറ്റീവ് റേറ്റിംഗ് ആയാൽ ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ. ഡ്രൈവർക്ക് നെഗറ്റീവ് റേറ്റിംഗ് ആണ് ഇഷ്യൂ. കസ്റ്റമറല്ലേ, ഈസ് ദ കമ്പനിക്ക് കൊടുക്കുന്ന ഇൻകം കസ്റ്റമറല്ലേ. സോ കസ്റ്റമർ റേറ്റിംഗ് ഇസ് നോട്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ കസ്റ്റമർക്ക് ഇത്തിരി വയലൻറ്റ് ടെററായിട്ടുള്ളൊരു കസ്റ്റമറായി കയറണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ നല്ല രീതിയിൽ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഊബർ അക്കൗണ്ട് തന്നെ ബ്ലോക്കായി പോകും. അത് ബ്ലോക്കായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല. നിങ്ങളുടെ അക്കൗണ്ട് നമ്മ ഈ 7 ലക്ഷം 8 ലക്ഷം രൂപ വണ്ടി എടുത്ത് ഈ ഓൺലൈൻ ഓടാൻ ഇറങ്ങി, ഊബർ അക്കൗണ്ട് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ വണ്ടി കൊണ്ടേ വിൽക്കാനും അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണം. മീൻസ് കൊച്ചിയിലെ ഊബർ ഓഫീസിൽ ചെല്ലേണ്ടി വരും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ പറയും, ഞാൻ കേട്ടേക്കണാണ് അവിടെയൊക്കെ, അപ്പം തന്നെ ബാംഗ്ലൂരേക്ക് പോകണം, എന്നാലേ നിങ്ങളുടെ അക്കൗണ്ട് ശരിയാവും. നിങ്ങൾ വണ്ടിയിലൊക്കെ ക്യാമറ വെച്ചിട്ടില്ലേ? ഇല്ലേ, ക്യാമറ വെച്ചിട്ടില്ല. ഓൺലൈൻ ഡ്രൈവേഴ്സ് മസ്റ്റായിട്ട് വെക്കേണ്ട സംഭവമാണ് ശരിക്കും. ഡാഷ് ക്യാമറ അകത്തും പുറത്തും 90% ആൾക്കാർ വെച്ചിട്ടില്ല. അതെ, കാരണം പല രീതിയിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. മസ്റ്റായിട്ട് വെക്കണം. നമ്മൾ ചില രാജ്യങ്ങളിൽ റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ അവർ കാണിക്കും, വണ്ടിക്കകത്ത് ഡ്രൈവർ ക്യാമറയുണ്ട്, അതിൽ നിങ്ങളുടെ സൗണ്ടും ദൃശ്യങ്ങളും റെക്കോർഡിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം അത് അറിയിക്കണം എന്നുണ്ട്, പ്രൈവസി കൺസേൺസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അത് ഡ്രൈവറുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഈ കയറുന്ന ആള് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തെളിവല്ലേ അത്? അതെ അതെ അതെ, ഊബറിനെ കാണിച്ചു കൊടുക്കാമല്ലോ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അവർ മേടിച്ചിട്ട് സാധനം ഡാമേജ് ആയി 1 വീക്കിൽ റിട്ടേൺ ആയി. ശരിക്കും അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്പർ ആപ്പിൽ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിൽ അവരുടെ ഇമ്പോർട്ടന്റ് നോട്ടീസ് പറഞ്ഞിട്ടുണ്ട് സ്ട്രീം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ സ്ട്രീം അങ്ങനെ ഇല്ല, ക്യാം ഞങ്ങൾ ഇടാം, വി ക്യാൻ പുട്ട് ക്യാം ഇടാം. പക്ഷേ കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ യൂബർ ഞങ്ങൾ ബ്ലോക്ക് ആക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിന് റെക്കോർഡ് ചെയ്യുന്നത് എന്താ? നമ്മൾ ഡാഷ് ക്യാം ആണ് വെക്കുന്നത്. ഡാഷ് ക്യാമിൽ വണ്ടിയുടെ പുറത്തെ ദൃശ്യങ്ങളും അകത്തെ ദൃശ്യങ്ങളും ശബ്ദവും റെക്കോർഡാവും. പുറത്തൊരു അപകടം നടന്നാൽ അത് റെക്കോർഡാവും, നിങ്ങൾക്ക് തെളിവ്. അകത്ത് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അകത്ത് ക്യാമറ വെച്ചിരിക്കുന്നത്. ക്യാമറ വെക്കണ്ടെന്ന് ഊബർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ അതെടുത്ത് ഇപ്പോൾ മറ്റേ സർക്കാർ തിയേറ്ററിലെ ദൃശ്യങ്ങൾ പോൺ സൈറ്റിൽ വന്ന പോലെ ഇടാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ അത് ആൾക്കാർ ഡൗട്ട് ആവില്ല. സോ സംടൈം യങ് ലേഡീസ് ആയിരിക്കും, ചിലപ്പോൾ ചില ഡ്രൈവേഴ്സ് അത് റെക്കോർഡിങ് മിസ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഇസ് നോട്ട്. പിന്നെ കസ്റ്റമർക്ക് സേഫ്റ്റിക്ക് വേണ്ടി തന്നെ മറ്റേ ഒരു എമർജൻസി ബട്ടൺ കൊടുത്തിട്ട് അതൊക്കെ ഉണ്ടോ? കോമഡി ഉള്ളതൊക്കെ അല്ല, ഒരു ബട്ടൺ ഉണ്ട്, അതാണ് ഈ ഫോൺ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യും. അതിലൊരു ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് യൂബറിൽ ഇപ്പോഴോ? തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് റെക്കോർഡ് ആയിരിക്കും, പക്ഷെ ഫോൺ ഹാങ് ആവും. ആ റെക്കോർഡിങ് ഞങ്ങൾ കാണാൻ പറ്റില്ല, യൂബർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓ, പക്ഷേ വണ്ടിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഒരു യൂസ് ഇല്ല. കസ്റ്റമർ തന്നെ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കസ്റ്റമർക്ക് എന്തെങ്കിലും ഞാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിൽക്കാം. ഇപ്പൊ ഇൻ കേസ് നമ്മ ഡ്രൈവിംഗ് വെച്ച സാധനമാണോ? അല്ല, നമ്മളിപ്പോ അത് ഗവൺമെന്റിന്റെ റൂളാണ്. ഞങ്ങളെ ഈ ഫോൺ ഇങ്ങനെ ഞങ്ങളുടെ ഡാഷ് അവിടെ ഉണ്ടാവില്ല, ആ ഫോണിലെ ഒരു ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ്. ഞാൻ ഊബറിന്റെ കാര്യമല്ല ചോദിച്ചു പറഞ്ഞു, ഞാൻ വണ്ടീന്റെ ഉള്ളിലുള്ള GPS ഇല്ലേ, GPS അത് വേസ്റ്റ് ഓഫ് മണിയാണ്, ആബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് മണി.
അത് GPS മാത്രം വെച്ചിട്ടുള്ളൂ. ഞങ്ങളെ ഡ്രൈവർക്ക് വെറുതെ ഒരു കാശ് ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം 6,000 to 10,000 ഞങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം. അത് ഈ പണ്ട് മറ്റേ സ്പീഡ് മറ്റേ എന്താ പറയാ സ്പീഡ് എന്തായിരുന്നു സ്പീഡ് കട്ട് ചെയ്യുന്ന സാധനമുണ്ട്, സ്പീഡ് ഗവർണർ വെക്കുന്നെന്ന് പറയുന്ന പോലെ. കൊച്ചി വർക്കിംഗ് ആണ്, പക്ഷെ ഈ GPS എന്തെല്ലാം ഇട്ടിരിക്കണ ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ വണ്ടികളിൽ സ്പീഡ് ഗവർണർ വെക്കണം എന്നുണ്ടോ? വെച്ചിട്ടുണ്ടോ? എത്ര ലിമിറ്റ് 1,500 ആ റേറ്റ് വരും. അതിന് എത്ര സ്പീഡാണ് ലിമിറ്റ് ചെയ്തേക്കുന്നത്? 80 കിലോമീറ്റേഴ്സ് മാക്സിമം. അതിന് മേലെ പോകാൻ പാടില്ല. കട്ട് ചെയ്തിട്ടാണ്. കട്ട് ചെയ്യാം. ശരി. ടാക്സി വണ്ടികൾ 80 മേലെ പോകാൻ പാടില്ല. ഏത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെങ്കിൽ എനി ട്രാൻസ്പോർട്ട് 80 മേലെ പോകാൻ പാടില്ല. ഓക്കെ, അതാണ് റൂൾസ്. ഞാൻ പണ്ടൊരു റെന്റ് കാർ എടുത്താണ് അവിടെ ഗുജറാത്തിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ഈ എക്സ്പ്രസ് ഹൈവേയിലൂടെ 80 ഉരുട്ടി. ഇപ്പോഴാണ് മനസ്സിലായത്. അതെ അതെ, ചില വണ്ടികളിൽ അങ്ങനെയുണ്ട്. അതാണ് ഇഷ്യൂ. അതാണ് ഞങ്ങളെ എക്സ്പ്രസ് ഹൈവേ അല്ലേ ഇങ്ങനെ. അതെ, ഇപ്പൊ നമുക്ക് പുതിയ ഹൈവേ കയറിയുമ്പോൾ വയനാടൊക്കെ ആയിട്ടുള്ള പാക്കേജ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ ഇങ്ങനെ 80, ബാക്കി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇപ്പോൾ പക്ഷേ ലിമിറ്റ് ആയതിൽ 80 കിലോമീറ്ററിൽ കൂടുതൽ പോകാനും പാടില്ല ഹൈവേയിൽ. അങ്ങനെയാകുമ്പോൾ വഴി ആക്കിയാലോ 100 ആക്കും പതുക്കെ. ആക്കി ആവും. അല്ല, പക്ഷെ ടാക്സി 80 ഞങ്ങളെന്നാലും പയ്യെ ഇങ്ങനെ പോകണ്ടാവും. അതൊരു സേഫ്റ്റിയാണ് സത്യത്തിൽ. ഈ കൊച്ചിയിലൊക്കെ മാക്സിമം 80 തന്നെയാണ്. പക്ഷെ വലിയ ഹൈവേ കയറി 80 ഓടിക്കുമ്പോൾ ഉറക്കം വരും. പിന്നൊരു കാര്യമുണ്ട്, ഈ ഓടിക്കുന്ന വണ്ടികൾ ഇപ്പം വാഗണർ 80 ഓടിക്കുന്ന പോലെ അല്ലല്ലോ വലിയൊരു വണ്ടി 80 ഓടിക്കുന്നത്, ഇല്ലേ? അതിൽ വ്യത്യാസമുണ്ടല്ലോ. ക്രിസ്റ്റ 80 ഓടിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, വാഗണർ 80 ഓടിക്കും ശരിക്കും അറിയും. അപ്പം അങ്ങനെ ഉണ്ടല്ലോ. ഒരു കസ്റ്റമർ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു പുള്ളി, ഏതോ തമിഴ്നാടുകളിൽ പോയായിരുന്നു. 80 കിലോമീറ്ററിലാണ് പോയിരുന്നു. പുള്ളി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കസ്റ്റമർ ചോദിച്ചു വൈ യു ഡ്രൈവിംഗ് അറ്റ് 80? നോ, ഐ ക്യാൻ ഓൺലി ഡ്രൈവ് അറ്റ് 80 ഓൺലി. അതിൽ മേലോട്ട് പോകാൻ പറ്റില്ല.